മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? മാനവജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും. മാനവജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും. വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം. വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ, സമ്പാദ്യമോഹത്തിൽ വീഴരുതേ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാൺമതുള്ളൂ. സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാൺമതുള്ളൂ. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ, സമ്പാദ്യമോഹത്തിൽ വീഴരുതേ. ഓർമ്മ
ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം, സ്വർപ്പുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം, സ്വർപ്പുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം, സ്വർപ്പുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. എൻ പ്രയാണകാലം 4 വിരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. എൻ പ്രയാണകാലം 4 വിരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. ഞാൻ പറന്നു വേഗം പ്രിയനോടു ചേരും, വിൺമഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും. ഞാൻ പറന്നു വേഗം പ്രിയനോടു ചേരും, വിൺമഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും, എന്നും വിശ്രമിച്ചിടും. അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം, സ്വർപ്പുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. പാളയത്തിനപ്പുറത്തു കഷ്ടമേൽക്കുക നാം, പാടുപെട്ട യേശുവിന്റെ നിന്ന ചുമക്കാം. പാളയത്തിനപ്പുറത്തു കഷ്ടമേൽക്കുക നാം, പാടുപെട്ട യേശുവിന്റെ നിന്ന ചുമക്കാം. നിൽക്കും നഗരം ഇല്ലീവിടെ പോർക്കളത്തിലത്രേ, നാം നിൽക്ക വേണ്ട പോർ പൊരുതു യാത്ര തുടരാം. നിൽക്കും നഗരം ഇല്ലീവിടെ പോർക്കളത്തിലത്രേ, നാം നിൽക്ക വേണ്ട പോർ പൊരുതു യാത്ര തുടരാം, വേഗം യാത്ര തുടരാം.
അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം, സ്വർപ്പുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. നാടുവിട്ടു വീടുവിട്ടു നാമധേയക്കൂട്ടം വിട്ടു കാഠിന്യമാം ശോധനയിൽ ജ്ഞാനം ചെയ്തോരാ. നാടുവിട്ടു വീടുവിട്ടു നാമധേയക്കൂട്ടം വിട്ടു കാഠിന്യമാം ശോധനയിൽ ജ്ഞാനം ചെയ്തോരാ. കൂടിയൊന്നായി വാഴാൻ വാഞ്ചിച്ചെത്ര നാളായി, കാരുണ്യവാൻ പണി കഴിച്ച കൊട്ടാരം തന്നിൽ. കൂടിയൊന്നായി വാഴാൻ വാഞ്ചിച്ചെത്ര നാളായി, കാരുണ്യവാൻ പണി കഴിച്ച കൊട്ടാരം തന്നിൽ, ആ കൊട്ടാരം തന്നിൽ. അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം, സ്വർപ്പുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം, സ്വർപ്പുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. സൂര്യൻ മറയാത്ത സിയോനിൽ, സ്വർഗതാതന്റെ സന്നിധിയിൽ, സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. സൂര്യൻ മറയാത്ത സിയോനിൽ, സ്വർഗതാതന്റെ സന്നിധിയിൽ, സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. എന്നെയോർത്തിനി കരയല്ലേ, ആത്മനാ കൂടെ ഞാനുണ്ടല്ലോ. എന്നെയോർത്തിനി കരയല്ലേ, ആത്മനാ കൂടെ ഞാനുണ്ടല്ലോ. ഭൂവിൽ നിങ്ങൾ ആനന്ദിക്കാൻ, ദ്യോവിൽ ഞാൻ പ്രാർത്ഥിച്ചിടുന്നു. ഭൂവിൽ നിങ്ങൾ ആനന്ദിക്കാൻ, ദ്യോവിൽ ഞാൻ പ്രാർത്ഥിച്ചിടുന്നു. സൂര്യൻ
മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. പൈതലമ്മ തന്മാറിലായി ചേർന്നുറങ്ങുന്ന ശാന്തത. പൈതലമ്മ തന്മാറിലായി ചേർന്നുറങ്ങുന്ന ശാന്തത. ആത്മാവിനേകുവാൻ ദൂതനുണ്ടെൻ്റെ ചാരത്ത്. എൻ്റെ ആത്മാവിനേകുവാൻ ദൂതനുണ്ടെൻ്റെ ചാരത്ത്. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. നിത്യത തന്നിൽ പോകുന്നു ഞാൻ നിത്യനാം നാഥന്റെ അരികിലേക്കായി. നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥന്റെ സ്നേഹം വഴിയും വീട്ടിൽ. എന്നെയും കാത്ത് വഴിക്കണ്ണുമായി എൻ താതനവിടെ കാത്തിരിപ്പു. പോകട്ടെ ഞാൻ എൻ്റെ വീട്ടിലമോദമായി പറയല്ലേ പ്രിയരേ അരുതേയെന്ന്. തടയല്ലേ ആരും മിഴിനീരിനാലെന്നെ തിരികെ വരാനെന്നെ വിളിച്ചിടല്ലേ. തമസിൻ്റെ കാലം കഴിയുമീ നേരം തേജസ്സിൻ മുഖമിന്നു കാണുന്നിതാ. നേരമാകുമ്പോൾ നിങ്ങളും വരണം താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം. നേരമാകുമ്പോൾ നിങ്ങളും വരണം താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം.
താളം പിടിക്കും മാലാഖമാരും തമ്പുരു മീട്ടും വിശുദ്ധ ഗണവും തരളിതമാക്കുമെൻ ആത്മാവിനെ. തീരാത്ത സന്തോഷമോടെ താതൻ്റെ മടിയിൽ ഞാൻ തല ചായ്ച്ചിടും. തീരാത്ത സന്തോഷമോടെ താതൻ്റെ മടിയിൽ ഞാൻ തല ചായ്ച്ചിടും. നിത്യത തന്നിൽ പോകുന്നു ഞാൻ നിത്യനാം നാഥൻ്റെ അരികിലേക്കായി. നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥൻ്റെ സ്നേഹം വഴിയും വീട്ടിൽ. സമാധാനം കരുണയുള്ള വിളിക്കുകയും സന്തപ്രദോദനെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായി നയിക്കാം. എന്റെ കർത്താവെ ഞാൻ തീർപ്പിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ. കർത്താവെ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ലവരത്തു വലർഭാഗേ ആകാശവും ഭൂമിയിലേതാവുന്നു. ആകാശഭൂമി ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മതനായുസ്സോ. അവന്റെ സന്തോഷത്തിൽ അവർ ആനന്ദിക്കും. കർത്താവേ സ്വണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാനിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ഞങ്ങളുടെ പാപങ്ങൾ മാറിച്ചുകളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ വൃത്തത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായി നയിക്കാം. കർത്താവേ ആകാശത്തിലും ഭൂമിയിലും സ്തുതിയാവുന്നു. ഞങ്ങളുടെ ജീവിതത്തെ കാരണവും ആത്മാവിനെ പ്രത്യാശിയാവുന്ന ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായി നയിക്കാം. ഉന്നത നവനാം മിശിഹാനാഥ അവരെല്ലാരും മിന്നി വിളങ്ങും വദനമുടരാൻ വരമരുടേണോ. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാവളനാദം പൂജിതമല്ലോ. അന്ത്യമിടാത്തോരവികലമോദം നുകരാൻ മുതലേ മഹിമാവൊഴുകും
മണവറയെങ്കിൽ ചേർക്കണമീശോ. ഞാൻ വിളിക്കുന്നു, മനുഷ്യരെ അർപ്പിക്കുന്നതിന്റെ ദൈവകാലത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്ത് പറഞ്ഞാൽ ഭാവമായ നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലിന്റെ കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവോചിതദായകവുമായ ശുദ്ധജാലാസമയർപ്പിച്ച കർത്താവേ, ശുദ്ധമഹനീയമായ നിന്റെ വിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ കൊടുക്കുന്നവനെയും കരുണ പറഞ്ഞവനെ നീതിമാനമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ, മരിച്ചവരെ കർത്താവും ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ആവും പരിപാലിക്കണമേ. സ്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായ നിന്റെ പുരുഷന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിലെ പ്രത്യക്ഷനാവുകയും സ്വർഗ്ഗരാജ്യത്തിലെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കബറിടങ്ങളിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ യജമാനന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗ്ഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സഹോദരൻ നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാമം പൂജിതമാകണമേ. ഞങ്ങളുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹീതയാവുന്നു. അങ്ങയുടെ ദൃഷ്ടി ഫലമായി ഈശോ അനുഗ്രഹീതനാവുന്നു. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കളുടെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ. ഞങ്ങളുടെ രാജ്യം വരണമേ. ഞങ്ങളുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലേതുപോലെ ഭൂമിയിലും ആകണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. വിശ്വാസികളുടെ ആത്മാക്കൾ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആകട്ടെ. അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ.
കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. ആത്മാക്കൾക്ക് മനോണത്താലും മോക്ഷത്തിൽ തീരുവാനുണ്ടായിരിക്കട്ടെ. രാജ്യം വരണമേ. അങ്ങയുടെ സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും ആകണമേ. കർത്താവയുടെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്ന ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. വിശ്വാസികളുടെ ആത്മാവിന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ. ഈ സഹോദരന്റെ തെറ്റുകളും കടങ്ങളെല്ലാം ക്ഷമിച്ച് സ്വർഗരാജ്യത്തിന് ഈ സഹോദരനെ യോഗ്യനാക്കട്ടെ. എല്ലാ കടങ്ങളും പാവങ്ങളും കർത്താവിന്റെ തിരുത്താൽ കഴുകി വിശുദ്ധീകരിച്ച് സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യട്ടെ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ജന്മം വെടിയുമ്പോൾ എൻ യാവേ നിന്നിൽ ഞാൻ ശാന്തമായി ചേർന്നിടും പുഴക്കടലിൽ ചേരും പോൽ മാലാഖമാരെന്നെ എതിരേൽക്കുവാനണയും ഈ ചിന്തകളാൽ കണ്ണീരാറ്റിടുവിൻ. എൻ സ്നേഹം നിങ്ങൾ തൻ കൂടെ വസിക്കും പ്രിയരേ. ഇല്ലൊന്നും കൂടെയെടുപ്പതിനാ നാം ചെയ്യും നന്മകളല്ലാതെ പൊന്നും പണവും വെറുതെയല്ലോ സ്വർഗീയ വീട്ടിൽ. ഓർക്കുക എൻ പ്രിയരേ, ഈ ജന്മം വെടിയുമ്പോൾ എൻ യാവേ നിന്നിൽ ഞാൻ ശാന്തമായി ചേർന്നിടും പുഴക്കടലിൽ ചേരും പോൽ. എൻ പേർക്കായി ക്രൂശിതനായവനേ, എൻ
അറിവോടെ തിന്മകളെ അറിവോടെയും അറിവില്ലാതെയുമായി അനവധി പിഴ ചെയ്തു. തള്ളരുതെന്നെ നീ ഈ ജന്മം വെടിയുമ്പോൾ എൻ യാവേ നിന്നിൽ ഞാൻ ശാന്തമായി ചേർന്നിടും. പുഴക്കടലിൽ ചേരും പോൽ മാലാഖമാരെന്നെ എതിരേൽക്കുവാനണയും. ഈ ചിന്തകളാൽ കണ്ണീരാറ്റിടുവിൻ. എൻ സ്നേഹം നിങ്ങൾ തൻ കൂടെ വസിക്കും പ്രിയരേ. ഭാഗ്യരാജ്യം ഒന്നുണ്ടതിൽ വാനശോഭ നിത്യം. സായാഹ്നം അങ്ങുണ്ടാകില്ല, അതിൻ സൂര്യൻ യേശു. ക്രൂശിനെ വഹിക്കുന്ന കിരീടം ധരിക്കും. സൊല്ലോകേ നാം പാർക്കുമ്പോൾ ഭാഗ്യരാജ്യത്തിൽ നിത്യം. ആഴിക്കക്കരെ സമാധാന നാട്ടിൽ വൻകാറ്റെല്ലാം അടങ്ങുന്നു. അങ്ങു വേണം നീതി. ക്രൂശിനെ വഹിക്കുന്ന കിരീടം. നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞ് സ്വർഗീയപിതാവിൻ്റെ സൗജന്യത്തിലേക്ക് യാത്രയായിരിക്കുന്ന ജോണേട്ടനെ പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. ഭക്തിപൂർവ്വം പ്രാർത്ഥനകളിൽ പങ്കുചേർന്ന് ജോണിയേട്ടന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിണിതിരിപ്പ് അനുദപിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പരിണീതിനെ ആസ്വദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദ്രത്തിരികൾ ആസ്വദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളെ
സംരക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമായുള്ളതാകുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ദൃഢത്തിന്റെ നിഗൂഢമായ ശുദ്ധിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മനുഷ്യരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അതിൽ നിന്ന് സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. മണ്ണിൽ നിന്നാദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ ദൈവം. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മനുഷ്യരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു. അതാർക്ക് വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, നീ എല്ലാവരെയും എനിക്കാശ്രയം. എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. എന്റെ ജീവിതങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മനുഷ്യരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയനാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസന് വരമിന്നരുടേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദിപിതാവാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമകിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ. ലോകം നൃത്തം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജന ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിന്റെ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. മർത്യനമർത്യത കുണയുന്നു. ക്ഷയമുള്ളോരക്ഷയനാകും. മർത്യതയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മൃഗനാം മിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദിമുതൽ എന്നേക്കും. ആമേൻ. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ
കരുണയോടെ എന്നെ നിർത്തണമേ. നല്ല വരം പാകെ നൽകണമേ. നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹാർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവനെയും അവനോട് കൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരുന്നവർ മരിച്ചവർക്ക് മുൻപ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാനമാനാഥയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിനെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും. കർത്താവേ, രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവനെ കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിലും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിലുമായി പുറത്തു വരും. നമുക്കെല്ലാവരും രണ്ടാമത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായേ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുദ്ധാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായേ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രളയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ശാസ്ത്രവർണ്ണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായേ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാവിധിയും പാപങ്ങൾ പൊറുക്കുന്നവരുമായ മിശിഹായേ, നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ശാസ്ത്രകാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഹൃദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ നീക്കുക. മരണം വരുമരുന്നാളോർക്കുകമർത്യാദി കൂടെ പോരും എൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ജീവിത ചെയ്തികളും
ദൈവത്തിൻ കാലടി കേൾപ്പു ഞാൻ പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു മരണം വരുമൊരു നാളോർക്കുക മർത്യാനീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ വഴി എന്നെ അറിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം എന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. എന്റെ സഹോദരനെ ഞാൻ ഇപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. യാത്രയാകുന്നിതാ പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. യാത്രയാകുന്നിതാ പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മോഹമായി കരുണാമയൻ കൂട്ടായി വരും. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും. പരലോകവാടിയിൽ കാണാം വീണ്ടും
യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. ഈ ലോകവാസം പുൽക്കുടി പോലെ യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മളിൽ നിന്ന് പിരിഞ്ഞ് പിതൃഭവനത്തിലേക്ക് യാത്രയായിരിക്കുന്ന ജോണേട്ടൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ്റെ കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയനാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവ്, നിത്യമായ സമ്മാനം ജോണേട്ടന് നൽകാനായിട്ട് ഈ ലോക ജീവിതത്തിൽ നിന്ന് തിരികെ വിളിച്ചിരിക്കുകയാണ്. 70 വർഷക്കാലം ദൈവം നൽകിയ വലിയ അനുഗ്രഹമായിരുന്നു ജോണേട്ടന് ഈ ജീവിതം. മാമോദീസായിലൂടെ താൻ സ്വീകരിച്ച വിശ്വാസത്തില് ഓരോ ദിവസവും വളരുവാനും തന്റെ ജീവിത അവസ്ഥ അനുസരിച്ച് മറ്റുള്ളവരെ ഈ വിശ്വാസത്തിൽ വളർത്തുവാനും അദ്ദേഹത്തിന് സാധിച്ചു എന്നത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ദൈവം നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുക അവിടുത്തെ കാരുണ്യത്തെ കൊണ്ട് മാത്രമാണ്. അവിടുത്തെ കാരുണ്യത്താൽ നാം സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും മരണവിധിക്ക് വിധേയരാകണം. അത് അവിടുത്തെ നീതിയുടെ ഭാഗമാണ്. എന്തിന്? വീണ്ടും ദയാധിക്യത്താൽ നാം ഉയർപ്പിക്കപ്പെടാനായിട്ട്. ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം മരണം എന്ന് പറയുന്നത് അവിടെ പൂർണ്ണമാകുന്നില്ല, നിത്യജീവിതത്തിലേക്കുള്ള ഒരു ആരംഭമാണ്, കടന്നുപോകൽ മാത്രമാണ്. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തപാനം
പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. ഈശോയുടെ ഈ ഉറപ്പ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഈശോയുടെ തിരുശരീരങ്ങളാൽ പരിശുദ്ധമാക്കപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിലൂടെ നാം എല്ലാവരും ഈശോയുമായി ഒന്നാകപ്പെടുകയാണ്. ഈശോ നമ്മളോട് പറയുകയാണ്, എന്റെ ശരീരം എന്റെ രക്തം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്താൽ നിങ്ങൾ മരിച്ചാലും ഉയർപ്പിക്കപ്പെടും, നിത്യ സമ്മാനത്തിനായിട്ട് ക്ഷണിക്കപ്പെടും എന്ന്. ഈ ഒരു ഉറപ്പ് വിശ്വാസം ക്രൈസ്തവനായ നമ്മെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും നമ്മുടെ ജീവിതത്തിന് പ്രതീക്ഷ നൽകുന്നതാണ്. കാരണം മരണം ഒന്നുകൊണ്ടും ഒന്നിനും പൂർണ്ണമാകുന്നില്ല. മരണത്തിനപ്പുറത്ത് പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് സ്ഥലമുണ്ട്. ആ സ്ഥലം ഒരുക്കാൻ വേണ്ടിയാണ് ഈശോ നമുക്ക് മുൻപേ കടന്നു പോയത്. ആ സ്ഥലത്തില് നമുക്ക് അർഹത കിട്ടുവാനായിട്ട് ഈ ഭൂമിയില് ദൈവം അനുവദിക്കുന്ന സമയം നമുക്ക് സുവിശേഷ മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ കഴിയണം. ഈ പ്രാർത്ഥനകളിൽ നമ്മൾ പറയാറുണ്ട്, മനുഷ്യൻ നിക്ഷേപം കൊണ്ടുവന്നു, അതാർക്ക് വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. കാരണം നിത്യമായ സമ്മാനം നമുക്കായി നൽകപ്പെടുന്നത് ഈ ഭൂമിയിലുള്ള നമ്മുടെ നിക്ഷേപം അനുസരിച്ചല്ല, പിന്നെയോ സ്വർഗത്തിൽ നമുക്ക് എന്തുമാത്രം നിക്ഷേപമുണ്ട് എന്ന് കരുതി. നമുക്ക് സ്വർഗത്തിലെ നിക്ഷേപം ഉണ്ടാകാനായിട്ട് ദൈവം ഈ ഭൂമിയിൽ നമുക്ക് അനുവദിച്ചിരിക്കുന്ന നമുക്കായിട്ട് സമ്പത്ത് സ്വർഗത്തില് നിക്ഷേപിക്കപ്പെടുകയാണ്. ഈ സമ്പത്താണ് നമുക്ക് സ്വർഗത്തിലുള്ള സ്ഥാനം നിർണയിച്ചു തരിക. ഓരോ മരണവും നമുക്ക് നമ്മുടെ മുന്നിൽ നൽകുന്ന, അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന വലിയ യാഥാർത്ഥ്യം, നാളെ നമുക്കായി ഈ മരണം കാത്തിരിക്കുന്നു എന്നുള്ളത്. ഈ മരണ കവാടത്തിലൂടെ കടന്നു പോകുവാനായിട്ട് നമ്മളെല്ലാവരും വിധിക്കപ്പെട്ടവരാണ്. ആർക്കും അതിൽ നിന്ന് മാറ്റമില്ല. കാരണം കരുണയാൽ ദൈവം നമ്മെ സൃഷ്ടിച്ചുവെങ്കിൽ നീതിയാൽ നമ്മൾ മരണവിധേയരാക്കപ്പെടണം. അപ്പൊ ദൈവത്തിന്റെ നീതിയുടെ മുൻപില് നിൽക്കുവാനായിട്ട് നമുക്ക് കഴിയണമെങ്കിൽ ദൈവം നമുക്ക് ഈ ലോകത്തിൽ നൽകിയിരിക്കുന്ന ജീവിതം അത് എത്രമാത്രം നീളുമെന്ന് നമുക്കറിയില്ല. അത് സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട്, നന്മ ചെയ്തുകൊണ്ട്, മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് സുവിശേഷ വഴികൾക്കനുസരിച്ച് മുന്നേറുവാൻ നമുക്ക് കഴിയട്ടെ. ജോനാഥൻ തീർച്ചയായും ദൈവത്തിന് മുമ്പില് നിത്യസമ്മാനത്തിനായിട്ട് വിളിക്കപ്പെടുമ്പോൾ തീർച്ചയായും നല്ല സ്ഥാനം ഉണ്ടാകും എന്ന് നമുക്ക് ഉറപ്പാണ്. കാരണം അദ്ദേഹത്തിന്റെ ജീവിതം നന്മ നിറഞ്ഞതായിരുന്നു. സാമൂഹിക രീതിയിലൊക്കെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ, വിശ്വാസത്തിൽ വളർത്താൻ അദ്ദേഹം പരിശ്രമിച്ചിരുന്നു. ഇനി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മാനുഷികമായ തലത്തിൽ എന്തെങ്കിലുമൊക്കെ കുറവുകൾ വന്നു പോയിട്ടുണ്ട്, തീർച്ചയാണ്. അതൊക്കെ പരിഹരിക്കുവാൻ നമ്മുടെ പ്രാർത്ഥനകൾക്കാവണം. ഇന്ന് നമ്മൾ ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത് ജോനാഥന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ്. തുടർന്ന് നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിലും പരിശുദ്ധ കുർബാനയിലും മറ്റ് പ്രാർത്ഥനകളിലും ജോനാഥനുണ്ടാകണം. അദ്ദേഹത്തിന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാ കുടുംബങ്ങളും പരിഹരിക്കപ്പെട്ട് നിത്യസമ്മാനം അദ്ദേഹത്തിന് കരസ്ഥമാക്കാൻ കഴിയട്ടെ. ഇവിടെ വന്ന് ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരുടെയും സിസ്റ്റേഴ്സിന്റെയും എല്ലാവരുടെയും പേരിൽ ജോനാഥന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും അതുപോലെ തന്നെ അമ്മച്ചിയോടുമുള്ള ഞങ്ങളുടെ അവിഹിതമായ സ്നേഹവും അതുപോലെ തന്നെ പ്രാർത്ഥനകളും അറിയിക്കുകയാണ്. നമുക്ക് എഴുന്നേറ്റ് നിന്ന് തുടർന്നും പ്രാർത്ഥനയിൽ പങ്കുവച്ചതിനാണ് ജോനാഥന് വേണ്ടി പ്രാർത്ഥിക്കാം. സന്തോഷിച്ചു അടയുന്നീശോ ഹൃദയമകിതർക്കും ജീവനവതുപോൽ ശരണവും അരുളിയിടാം. അവർ സന്തതിയത്തിപ്പോൾ ഭൂമി കുലുങ്ങി മിശിഹാനാഥൻ ശ്രദ്ധ ഉയർത്തുമ്പോൾ കല്ലറ വിടരും മൃതരുടെ
ദൈവത്തിലാനന്ദിക്കും അഭയം കുരിശിൽ കണ്ടവൻ അവസാനം വിധിയുടെ നാളിൽ കൈവരുമാനന്ദം. നീതിമാന്മാർക്ക് പ്രകാശം ഉദിച്ചു മേഘത്തേരിൽ നാഥനിടങ്ങളിലും ഹൃദയവിളിക്കും ജീവനവർക്കേകും. വിശുദ്ധ പ്രകാശം ഉദിച്ചു കനകപ്രഭയിൽ കബറിടമൊടി ചിഹ്നം അതിലുള്ളവരോ നാഥനു പുകഴ് പാടും. ചെറിയവരും വലിയവരും പ്രിയരേ നിങ്ങൾ കരയരുത്, യേശൻ പുനരുത്ഥാനം നൽകാൻ വരുമല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. താവിനും ദൈവം സുതനും റൂഹായ്ക്കും കീർത്തനമെന്നും ഞങ്ങൾ അടയ്ക്കുന്നു. ആദ്യം മുതൽ എന്നേക്കും ഈശോനാഥ മരണവും ഉയരുന്നിൽ കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സത്യവിശ്വാസം ലോകം വിട്ടുപോയി നമ്മൾ സഹോദരനോടിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവനകാലം സംഘത്തിനാലെ സാധിപ്പിച്ച ആളെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കുകയും നല്ലവരുടെ സ്വർഗ്ഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലത്തിന്റെ മാതാവായ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനയാലും മിശിഹായോടുകൂടി ആളെ തന്റെ വലതു ഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ഇയാളുടെ പേരെഴുതുകയും തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവേ, വാത്സല്യപൂർവ്വം ഞങ്ങളെ സന്ദർശിക്കുകയും കാരുണ്യപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. സ്ഥാനം പ്രതീക്ഷിച്ച് കഴിയുന്ന മനുഷ്യരെ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവാകുന്ന പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ. ദൈവത്തിന്റെ ഭവനമേ, ഞങ്ങളോട് യാത്ര പറയുന്നു. മാമോദിസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു ഉദാശകളാൽ എന്റെ ആത്മാവിൽ കൃപാവരം ചെല്ലുകയും ചെയ്ത് പ്രിയപ്പെട്ട ദൈവാലയമേ, ഞാൻ നിന്നോട് വന്ന് പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ ലോകത്തിനെ ദൈവവചനങ്ങളാൽ എന്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നടന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹമെന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. സ്വർഗ്ഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്റെ സഹോദരനെ നമ്മെ സൃഷ്ടിക്കുകയും മരണവിധേയനാക്കുകയും മരണശേഷം ഉയർപ്പിച്ച് അക്ഷയനാക്കുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതനിലയിൽ ഓർത്തോർത്തിനിയും നൈരാശ്യമോടെ വിലപിക്കരുതേ. Hallelujah.
ദാസന്റെ ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും ആ വിശ്രമം കൊള്ളുന്ന കബരുടെ മനോഹരമാവുന്നു. വിശുദ്ധ മാമോദീസയാൽ പരിശുദ്ധ പ്രധാനിയാൽ പരിവർത്തവം വിശുദ്ധ വൈദ്യാൽ അഭിഷിക്തവുമായ ശരീരത്തില് നിന്റെ ദിവ്യപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ വാർത്തീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാമം പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ സ്വഭാവം നീ എന്നെ തളിക്കുക, ഞാൻ കർമ്മനാകും. അതിലെന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നീക്കുമാമേ. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങും എന്ന് അരുളി ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടെ അവസാന ദിവസം തന്റെ വലത്തുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ ഉദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. എന്റെ കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും മഹിമയുടെ നാളിൽ. കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ, നല്ലവനക്ക് വലം ഭാഗേ. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ ഞങ്ങളുടെ മധ്യശരീരങ്ങൾ ഉദ്ധാനം നീയേകുന്നു. നാഥ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. പാപിനിക്ക് പരസ്പരത്തവളെ വിശദീകരിച്ച കർത്താവേ, എന്റെ അനുഗ്രഹത്താൽ മനത്തോടെ വിശദീകരിക്കണമേ. മലാമാരുടെ സ്വർഗത്തിൽ നിന്നെ പ്രസവിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. എന്റെ മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. നാഥനണഞ്ഞിടുമന്തിമനാളിൽ കാരുണ്യമെഴുകും വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. മനിതനിനക്കായാതി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനിൽ നിന്നിതു കേൾക്കും മനുജനു ഭാഗ്യം.
കരുണയും ചെയ്യണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകി കളയണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. സജീവവും ജീവദായകമായ ശബ്ദത്താൽ ദാസനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നോക്കുകയും ചെയ്യട്ടെ. പാപങ്ങൾ പുറക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാമത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ജീവിക്കുന്നവരെ യാഗം പരിപാലിക്കണമേ. പ്രധാന പ്രദേശിച്ച് മരണമടഞ്ഞവരെ കുട്ടികളോട് ഉയർപ്പിക്കണമേ. ജീവിന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ നീതിമാന്മാരുടെ വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന വാത്സല്യത്തിലേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വേർപെട്ടു പോയ വിശുദ്ധായുടെ മൗലിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നമ്മെ എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപാനിരന്തരം നമ്മിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നമ്മെ അനുഭവിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇനി കാണില്ല പ്രിയരേ നമ്മളീ ലോകത്തിൽ, ഇനി കാണില്ല പ്രിയരേ നമ്മളീ ലോകത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ, യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. ചേരാൻ പ്രിയരേ കാണാം അവിടെ, പിരിയാം ഇപ്പോൾ കാണാം അവിടെ. നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ, ദൈവനാമ കീർത്തനം പാടാൻ. നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ, ദൈവനാമ കീർത്തനം പാടാൻ. പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതുമേ, പിന്നിൽ മനസാലുപേക്ഷിച്ച് പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേ
മനസാലുപേക്ഷിച്ച് പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ, പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. സ്നേഹിച്ചു എൻ കുറവുകളേതുമേ സഹിച്ചു. എന്നെ നിങ്ങൾ ആഴമായി സ്നേഹിച്ചു. കുറവുകളേതുമേ സഹിച്ചു. ഞാൻ മൂലം നിങ്ങൾ നൊന്തതോർക്കുന്നു പ്രിയരേ, ഇനി മാപ്പു നൽകണേ. ഞാൻ മൂലം നിങ്ങൾ നൊന്തതോർക്കുന്നു പ്രിയരേ, ഇനി മാപ്പു നൽകണേ. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ, പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. പിന്നെയാവട്ടെ എന്നുള്ളിൽ കരുതി പുറമേ കാട്ടാതെ സ്നേഹം മൂടിവെച്ചു. പിന്നെയാവട്ടെ എന്നുള്ളിൽ കരുതി പുറമേ കാട്ടാതെ സ്നേഹം മൂടിവെച്ചു. നേരം പോയി ഇനിയൊന്നും നൽകുവാനാവില്ല. പകരം എരിവോടെ പ്രാർത്ഥിക്കും